കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുറത്തുവരും. ദിലീപ് കുറ്റക്കാരനാകുമോ എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. അതേസമയം നീതി ലഭിക്കുമോ വിക്നമിന് എന്നും പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയാണ് ആ വാർത്തയ്ക്ക് വേണ്ടി. 2017 കേസിന്റെ ആരംഭം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുകയായിരുന്നു. സിനിമയിലൊക്കെ അന്ന് ഏറെ ശ്രദ്ധ നേടിയ നടിയായിരുന്നു ആക്രമണത്തിന് ഇരയായത്. ദിലീപായിരുന്നു കേസിലെ 8ാം പ്രതി. 1ാം പ്രതി പൾസർ സുനിയും. പൾസർ സുനിക്കെതിരെയാണ് ആദ്യം ആക്രമിക്കപ്പെട്ട നടി പരാതി നൽകിയത്. പൾസർ സുനിയുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ദിലീപ് കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിലേക്ക് കഥാഗതികൾ മാറി മറിഞ്ഞത്. ദിലീപ് തന്നെ നിർബന്ധിച്ച് ഈ കുറ്റം ചെയ്യാൻ വേണ്ടി പണം നൽകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തെടുത്ത് കുറ്റത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നായിരുന്നു പൾസർ സുനി അന്ന് വ്യക്തമാക്കിയത്. തൊട്ടു പിന്നാലെ പണം നൽകാമെന്നൊക്കെ ദിലീപ് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെയും കേസിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായത്. തൊട്ടു പിന്നാലെ ഇതിന്റെ വിധി വരാൻ വേണ്ടിയിട്ട് ഇപ്പോഴിതാ 8 വർഷം എത്തിയിരിക്കുകയാണ്. അന്ന് 28 പേരായിരുന്നു നടിക്കൊപ്പം നിന്നുകൊണ്ട് മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ ആ 28 പേരും പിന്നീട് മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ളതാണ് വലിയൊരു സത്യം. ഭാമയും സിദ്ദീഖും ബിന്ദു പണിക്കരും ഒക്കെയായിരുന്നു മൊഴി മാറ്റി പറഞ്ഞത്. ഇവരെല്ലാവരും നടിക്കൊപ്പം നിന്നുകൊണ്ടായിരുന്നു ഒരു സമയത്ത് സംസാരിച്ചത്. നടിയെ പച്ചക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞത് താൻ കേട്ടു എന്നായിരുന്നു ഭാമ അന്ന് മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ഭാമയുടെ മൊഴി മാറുകയായിരുന്നു. ഭാമയുടെ മൊഴി മാറ്റമായിരുന്നു അന്ന് എല്ലാവരെയും ഏറെ ഞെട്ടിച്ചത്. ഇപ്പോൾ ഇതാ മഞ്ജുവിന്റെ അഭിപ്രായങ്ങളാണ് എല്ലാവരും തിരക്കുന്നത്. അന്നും ഇന്നും മൊഴിയിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മഞ്ജു വാര്യർ. മഞ്ജു തന്നെയാണ് ഈ കേസിൽ ഇന്നും മൊഴി മാറ്റി പറയാതെ നടിക്കൊപ്പം നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മലയാള സിനിമയുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. തന്റെ ആദ്യ ഭർത്താവാണ് ദിലീപ്. ദിലീപുമായി വിവാഹമോചനം നേടിയതിനു ശേഷം ദിലീപിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടോ വിവാഹബന്ധം വേർപിരിയാനുണ്ടായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടോ ഇതുവരെയായിട്ടും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടില്ല. അതിന്നും രഹസ്യമായി തന്നെ തുടരുകയാണ്. തന്റെ ആദ്യ ഭർത്താവിനെ കുറിച്ച് ഒരു വാക്കുകൊണ്ട് പോലും കുറ്റം പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി തന്നെയാണ് മഞ്ജു വാര്യർ. തന്റെ മകളുടെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എന്നായിരുന്നു മഞ്ജു എല്ലായ്പ്പോഴും പറയാറുള്ളത്. എന്നാൽ ഈ കേസിൽ മാത്രം മഞ്ജു നടിക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. മൊഴിയിലൊന്നും മാറ്റമില്ലാതെ. മഞ്ജു തന്നെയാണ് ഇന്ന് നടിക്കൊപ്പം ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറഞ്ഞേ മതിയാകൂ.